ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എയ്സാപ്പ്. ഞാൻ അനൻ ബാബു, നിങ്ങളുടെ മാത്സ് ആൻഡ് റീസണിങ് അധ്യാപകനാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മത്സരപരീക്ഷയിൽ പതിവായി ചോദിക്കുന്ന ചോദ്യങ്ങൾ വിട്ട് കുറച്ച് പുതുമയുള്ള ചോദ്യങ്ങളാണ്. ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് 10 സെൻറ്റിമീറ്റർ, കിട്ടുന്ന വൃത്തത്തിൻ്റെ ചുറ്റളവ് എന്താണെന്നാണ്. യഥാർത്ഥ ക്രിയ നോക്കൂ, ഇതാണ് വൃത്തം. അപ്പോൾ 2πr = 10 ആയിരിക്കും. അതിലൂടെ റേഡിയസ് കാണാം, ആ റേഡിയസിലൂടെ ഏരിയ കാണാം. ആ ഏരിയ ഇൻറ്റു 36 വലിയ വൃത്തത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ആ ഏരിയയിലൂടെ അതിൻ്റെ റേഡിയസ് കാണാം, ആ റേഡിയസിലൂടെ അതിൻ്റെ ചുറ്റളവ് കാണാം. പക്ഷേ ധാരാളം സമയമെടുക്കും. ഇത്തരം നമ്മൾ സാങ്കേതികമായി ഇത്രയും നമ്മൾ ക്രിയ ചെയ്യും. ഒന്നാമത്തെ തന്നെ 2πr = 10 കാണുമ്പോൾ തന്നെ റേഡിയസ് കാണുന്നത് തന്നെ നമുക്ക് ദശാംശ രൂപത്തിലേക്കേ കിട്ടുള്ളൂ. എളുപ്പത്തിൽ അത് കിട്ടത്ത് തന്നെ ഇല്ല. അതിനുശേഷം നമുക്ക് റേഡിയസ് കണ്ട് πr² കാണുമ്പം പിന്നെ ഡെസിമലാണ്. 36 കൊണ്ട് ഗുണിക്കുമ്പോൾ പുതിയതിൻ്റെ ഏരിയയായി, അതിലൂടെ അതിൻ്റെ റേഡിയസ് കാണാം, പിന്നീട് അതിൻ്റെ 2πr എന്നുള്ള ചുറ്റളവിലേക്ക് പോകാൻ പറ്റും. പക്ഷേ നമ്മൾ ഷോർട്ട് കട്ട് മാത്രം ആലോചിക്കുക. എന്താണ് നിലവിലുള്ള ചുറ്റളവ്? 10. വിസ്തീർണം എത്ര മടങ്ങ് വർദ്ധിച്ചു? 36 മടങ്ങ് വർദ്ധിച്ചു. എന്താണ് അതിൻ്റെ സ്ക്വയർ റൂട്ട് അഥവാ വർഗ്ഗമൂലം? 6. ആ 10നെ അഥവാ നിലവിലുള്ള ചുറ്റളവിനെ 6 കൊണ്ട് ഗുണിച്ചാൽ മാത്രം മതിയാകും നമ്മളുടെ പുതിയ ചുറ്റളവിലേക്ക് പോകാൻ. ഈ ഒരൊറ്റ ക്രിയ മാത്രം മതിയാകും നമുക്കിതിൻ്റെ ഷോർട്ട് കട്ടായിട്ട്. ഏറ്റവും നല്ല കൗതുകം എന്ന് പറഞ്ഞാൽ ഏതൊരു ജ്യാമിതി രൂപം ചോദിച്ചാലും ഈ ഒരു ഷോർട്ട് കട്ട് മതിയാകും എന്നുള്ളതാണ്. ഇതാ നോക്കുക, ആൻസർ ഈസ് 10 × 6 = 60 അതായിരിക്കും ഉത്തരം. ആൻസർ എന്ന് പറയുന്നത് 10 × 6 = 60 മാത്രമായിരിക്കും. ഏതൊരു ജ്യാമിതി രൂപത്തിനും ഇത് ആപ്ലിക്കബിളുമാണ്. അടുത്ത ചോദ്യം, ഒരു AP-യുടെ ആദ്യ 25 പദങ്ങളുടെ തുക 400 ആയാൽ അതിൻ്റെ 13ാം പദം ഏതാണെന്നാണ്. 25 പദങ്ങളുടെ തുകയെ സൂചിപ്പിക്കുന്നത് S25 എന്നാണ്. S25 = 25 ÷ 2 × 2a + n - 1. n - n എന്ന് പറഞ്ഞാൽ 25 24d ആണ്. 24d ഇതാണ് തന്നിരിക്കുന്ന 400 എന്ന് പറയുന്നത്. n/2 × 2a + n - 1 × d എന്ന സമവാക്യത്തിലാണ് ഞാനത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കുക, 25 ÷ 2 രണ്ട് പൊതു ഘടകമായിട്ട് എടുത്തു കഴിഞ്ഞാൽ a + 12d = 400 2 × 2 ക്യാൻസൽ ആക്കി. അപ്പോൾ a + 12d = 400 ÷ 25 ഉത്തരം 16 ആയിരിക്കും. ഉത്തരം 16. ഓക്കെ കുട്ടികളെ, ഞാൻ പോകുന്നത് നിന്റെ ഷോർട്ട് കട്ടിലേക്കാണ്. ആദ്യ 25 പദങ്ങളുടെ തുക എന്ന് പറയുന്നതാണ് 400. അങ്ങനെ ഏതോ 25 പദങ്ങളുടെ തുക തന്നിട്ട് അതിലൊരു പദം മാത്രമാണ് 13ാം പദം എന്ന് പറയുന്നത്. ഇങ്ങനെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ആ തുകയ്ക്കും ഈ പദത്തിന് ഏതോ ഒരു ബന്ധമുണ്ട്. അതായത് 25 പദങ്ങളെ നമ്മൾ ക്രമമായി എഴുതിയാൽ അതിൽ കൃത്യമധ്യത്തിൽ വരുന്ന പദമായിരിക്കും 13ാം പദം. ശരിക്കും ആ പദം മാത്രമേ ഇതിൽ നിന്ന് കാണാൻ പറ്റുള്ളൂ. അല്ലാതെ തുടക്കത്തിലുള്ള പദമോ n-ാം പദമോ ആദ്യ പദമോ ഒന്നുമേ കാണാനാവില്ല. കാരണം വേറെ ഒരു ഇൻഫർമേഷൻ അതിനകത്തില്ല. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ ആ 13ാം പദം എന്നത് കൃത്യമായി മധ്യപദം തന്നെയാണ്. ആ പദം തന്നെ കാണാനാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് കണ്ടുപിടിക്കുന്നതിന് നേരെ 400 ÷ 25 ഹരിച്ചാൽ മാത്രം മതിയാകും. ചോദ്യത്തിൽ തന്നെ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു കൂട്ടം സംഖ്യകളുടെ തുക തന്നിട്ട് അതിൽ പ്രത്യേകമായൊരു പദം ചോദിച്ചാൽ ആ പദം കൃത്യമായി മധ്യപദമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ പദങ്ങളുടെ എണ്ണത്തെ ആ തുക, ഇവിടെ 400 തുക, അതിനെ നേരിട്ട് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ഈ 13ാം പദം കിട്ടും. 13 ഇത് എങ്ങനെ ചോദിച്ചാലും ഇത് തന്നെ. ഒരു 17 പദങ്ങൾ തന്നിട്ട് അതിൽ 9ാം പദം ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ 17 പദങ്ങളുടെ തുകയായ ഏതോ ഒരു സംഖ്യയെ ആ 17 കൊണ്ട് തന്നെ ഹരിച്ചാൽ മതിയാകും, 9ാം പദമായി. അപ്പോൾ അത്തരം ഉദാഹരണങ്ങളെല്ലാം തന്നെ ആ ഒരു ഹരണം കൊണ്ട് നമുക്ക് അവസാനിക്കാവുന്നതാണ്. ഉത്തരം 16. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക, 87/44 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം ഏതാണെന്നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് സംഖ്യ 7 അവസാനിച്ചാലും അതിൻ്റെ ഗുണിതം 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, ഇവിടെ 44 4ൻ്റെ ഗുണിതമാണ്, അത് അവസാനിക്കുന്നത് എപ്പോഴും 1 തന്നെയായിരിക്കും. അത് 1 തന്നെ അവസാനിക്കത്തുള്ളൂ. അപ്പോൾ 7 അവസാനിക്കുന്ന സംഖ്യ, ഇവിടെ 87ൻ്റെ അവസാനം 7 7 അവസാനിക്കുന്ന സംഖ്യയുടെ പവർ 4ൻ്റെ ഗുണിതമാണെങ്കിൽ അത് 1 തന്നെയായിരിക്കും അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ആൻസർ ഈസ് 1 ആയിരിക്കും. അങ്ങനെ 7 മാത്രമല്ല, ഒരു പദം ഒരക്കം 3 അവസാനിക്കുന്നതെങ്കിൽ അതിൻ്റെ പവർ 4ൻ്റെ ഗുണിതമാണെങ്കിൽ അവ അവസാനിക്കുന്ന 1 ഒരു പദം 9 അവസാനിക്കുന്നത്, അതിൻ്റെ 4ൻ്റെ ഗുണിതമാണെങ്കിൽ പോലും അതും 1 ആയിരിക്കും അവസാനിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു ടേബിൾ തന്നെയുണ്ട്. കാരണം 4 അവസാനിക്കാത്ത പദങ്ങളുടെയൊക്കെ ഒരു ടേബിൾ, ജസ്റ്റ് ഒരു വളരെ എളുപ്പമുള്ളൊരു രീതി തന്നെയാണ് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ട്രിക്കി വേ തന്നെയാണ്. അത് നമുക്ക് തുറന്ന് ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക, x + 1/x = 2 ആയാൽ x⁻17 + 1/x⁻32 വില എന്താണെന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സംഖ്യയും അവയുടെ വിൽക്രമവും കൂട്ടിയാൽ 2 കിട്ടുന്നെങ്കിൽ ആ സംഖ്യ എപ്പോഴും 1 മാത്രമായിരിക്കും. അതായത് എക്സിൻ്റെ വില 1 ആണെന്ന്. അങ്ങനെ വരുമ്പോൾ ഏത് എക്സ്പ്രഷൻ ചോദിച്ചാലും അതിൻ്റെയൊക്കെ ഉത്തരവും 2 തന്നെയായിരിക്കും. വേറെ ഒരു ക്രിയയും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ x + 1/x = 2 ആണെങ്കിൽ എക്സിൻ്റെ മുകളിൽ എന്ത് വന്നാലും
താഴെയുമുള്ള എക്സിൻ്റെ വാല്യൂകൾ എന്ത് വന്നാലും ശരി ഇവയുടെ ഉത്തരവും കൃത്യം നമുക്ക് 2 തന്നെയായിരിക്കും. അതായത് വേറൊരു ചോദ്യം പറയാം. എക്സ് റൈസ് ടു 15 പ്ലസ് 1/(x)37 ഇതിനുത്തരം ചോദിച്ചാലും 2. എങ്ങനെയൊക്കെ നമ്മൾ പദങ്ങൾ മാറി മാറി വ്യത്യസ്തമായാലും സമാനമായാലും ഒക്കെ തന്നെ 2 തന്നെയായിരിക്കും ശരി ഉത്തരം. ഉത്തരം ഇതാ നോക്കുക 2 ആയിരിക്കും. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. 2/4 ഇൻറ്റു 5/8 ഇൻറ്റു 7/4 കോമ 2/5 ഇൻറ്റു 5/3 ഇൻറ്റു 7/4 കോമ 2/8 ഇൻറ്റു 5/8 ഇൻറ്റു 7/3 എന്നീ സംഖ്യകളുടെ HCF എന്താണെന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഓരോ അക്കങ്ങളും ഒരു കൂട്ടം അക്കങ്ങളുടെ ഗുണനമാണ്. അതിൽ വ്യത്യസ്തങ്ങളായ ബേസുകളാണ് 2, 5, 7. അങ്ങനെ വരുമ്പോൾ HCF കാണാൻ 2ൻ്റെ ഏറ്റവും ചെറിയ പവർ 4. കാരണം 2ൻ്റെ ഏറ്റവും ചെറിയ ഇവിടെ 4 ആണ്, ഇവിടെ 5 ആണ്, അവിടെ 8 ആണ്. ഉള്ളതിൽ ചെറുത് 2/4 ആണ്. ഇൻറ്റു 5ൻ്റെ ഏറ്റവും ചെറിയ പവർ 5/8 ഇവിടെ, 5/3 അവിടെ, 5 അവിടെ 8. അങ്ങനെ വരുമ്പോൾ ഉള്ളതിൽ ചെറുത് 5/3 ആണ്. ഇനി 7ൻ്റെ കാര്യം എടുക്കാം. 7 ആണെങ്കിൽ 7ൻ്റെ ഇവിടെ പവർ 4, അവിടെ 4, ഇവിടെ 3. ഉള്ളതിൽ ചെറുത് 3 ആണ്, 7/3. അപ്പോൾ HCF എന്ന് പറഞ്ഞാൽ 2/4 ഇൻറ്റു 5/3 ഇൻറ്റു 7/3 ആണ്. ഇത് പൂർണ്ണമായും ഗുണിക്കണം എന്നൊന്നുമില്ല. ഉത്തരം കൃത്യമായിട്ട് അറിയാം, അത് തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് മാത്സിൻ്റെ ഷോർട്ട് കട്ട്. എല്ലാവർക്കും താങ്ക്സ്.